രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ സ്ഫോടനം നടത്താൻ കുറച്ചു കാലമായി പാകിസ്ഥാനിലെ തീവ്രവാദികളും രാജ്യദ്രോഹികളും ശ്രമിക്കുന്നുണ്ട്. റെയിൽവേ ട്രാക്കിൽ ഇരുമ്പ് ദണ്ടും വലിയ കല്ലുകളുമൊക്കെ വെച്ചുകൊണ്ട് ട്രെയിൻ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എങ്കിലും ലോക്കോ പൈലറ്റിന്റെ സംയോജിതമായ ഇടപെടൽ കൊണ്ടും ജനങ്ങളുടെ ഇടപെടൽ കൊണ്ടും റെയിൽവേ പോലീസിന്റെ ഇടപെടൽ കൊണ്ടും വലിയ രീതിയിൽ അപകടം ഒഴിവാകുന്നുണ്ട്. കൂടാതെ സമീപകാലങ്ങളിൽ ട്രെയിനിന്റെ അകത്ത് തന്നെ സ്ഥാപിച്ചിട്ടുള്ള കവച് പോലെയുള്ള സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് ട്രാക്കിൽ എന്തെങ്കിലും അസ്വാഭാവികത കണ്ടാൽ പെട്ടെന്ന് തന്നെ ബ്രേക്ക് ഉപയോഗിച്ച് ട്രെയിനിനെ പെട്ടെന്ന് തന്നെ നിർത്താൻ സാധിക്കുമെന്നതാണ് ഏറ്റവും കൂടുതൽ ഈ ലോക്കോ പൈലറ്റിന് ഒരു എളുപ്പമാർഗമായി വരുന്നത്. അങ്ങനെയാണ് പല അപകടങ്ങളും ഒഴിവായിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇന്നലെയാണ് പഞ്ചാബിലെ പാട്യാലയിൽ റെയിൽവേ സ്റ്റേഷന് സമീപം, അതായത് റെയിൽവേ ട്രാക്കിന് സമീപം സ്ഫോടനം നടന്നത്. രാത്രിയോടെയാണ് സ്ഫോടനം ഉണ്ടായത്. പൊട്ടിത്തെറിയിൽ ട്രാക്കിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. സമീപ പ്രദേശത്ത് നിന്ന് ഒരാളുടെ മൃതദേഹവും പോലീസ് കണ്ടെടുത്തു. ഷംഭു അംബാല റെയിൽവേ ട്രാക്കിന് സമീപമാണ് സംഭവം നടന്നത്. മരിച്ചയാളും സ്ഫോടനവും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. നിലവിൽ പഞ്ചാബ് പോലീസ് കേസ് അന്വേഷിക്കുന്നുണ്ടെങ്കിലും NIA അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ചരക്ക് തീവണ്ടികളുടെ ഗതാഗതത്തിന് മാറ്റിവെച്ച പാളത്തിലാണ് സ്ഫോടനമുണ്ടായത്. അതോടെ അതീവ ജാഗ്രതയിലാണ് റെയിൽവേ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും. നിലവിൽ ലഭിക്കുന്ന പുതിയ വിവരം എന്താണെന്നാൽ പാട്യാലയിൽ നടന്ന സ്ഫോടനത്തിന് പിന്നിൽ ഖലിസ്ഥാൻ ആണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഖലിസ്ഥാൻ വാദികളാണ് ഇതിന് പിന്നിലെന്ന് ഒരു സംശയം നേരത്തെ തന്നെ പഞ്ചാബ് പോലീസിന് ഉണ്ടായിരുന്നു. ആ സംശയം ബലപ്പെടുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ വിവരങ്ങൾ പുറത്തുവരുന്നത്. അതായത് റെയിൽവേ ട്രാക്കിൽ നടന്ന സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഖലിസ്ഥാൻ ഭീകര സംഘടനയായ ഖലിസ്ഥാൻ ടൈഗർ ഫോഴ്സ് ഏറ്റെടുത്തിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ജർമ്മനി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജസിന്ദർ മുൽത്താനി എന്ന വ്യക്തിയാണ് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ അവകാശവാദവുമായി രംഗത്തെത്തിയത്. ഖലിസ്ഥാൻ വാദികൾ ഒരു ഭീകര പ്രസ്ഥാനമായതുകൊണ്ട് തന്നെ കേസ് അന്വേഷണം ഉടൻ NIA ഏറ്റെടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതിനുള്ള ഉത്തരവ് ലഭിച്ചു കഴിഞ്ഞാൽ NIA അന്വേഷണം ആരംഭിക്കും. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെയാണ് പാട്യാലയിലെ ഷംഭു പ്രദേശത്തിനടുത്തുള്ള റെയിൽവേ ട്രാക്കിൽ ചാവേർ സ്ഫോടനം നടന്നത്. പഞ്ച്വാർ സ്വദേശിയായ ജഗ്രൂപ് സിംഗ് റെയിൽവേ ട്രാക്കിൽ സ്വയം പൊട്ടിത്തെറിക്കുകയായിരുന്നു. ജഗ്രു സിംഗ് മോട്ടോർ സൈക്കിൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തെ CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ ലഭിച്ചിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് നിന്ന് ചിന്നിച്ചെതറിയ മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ പോലീസ് കണ്ടെടുത്തു കഴിഞ്ഞു. കഴിഞ്ഞ 3 മാസത്തിനിടെ ചരക്ക് ഇടനാഴിയിൽ നടന്ന രണ്ടാമത്തെ സ്ഫോടനമാണിതെന്ന് പാട്യാല ASP വരുൺ ശർമ്മ പറയുന്നുണ്ട്. ജനുവരി 24-ന് പഞ്ചാബിലെ ഫത്തേഗഡ് സാഹിബ് ജില്ലയിൽ സിർഹിന്ദിൽ സമാന രീതിയിൽ ഒരു സ്ഫോടനം നടന്നിരുന്നു. അന്ന് നിരോധിത തീവ്രവാദ സംഘടനയായ ഖലിസ്ഥാൻ സിന്ദാബാദ് ഫോഴ്സ് ആണ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ വഴി രംഗത്തെത്തിയത്. നിലവിൽ പഞ്ചാബിൽ ഏറ്റവും കൂടുതൽ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു ഭീകര സംഘടന ഖലിസ്ഥാൻവാദികൾ ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് പഞ്ചാബാണ്. ഇവർക്ക് ഏറ്റവും കൂടുതൽ ഫണ്ടിങ്ങും അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ വേരുകൾ ഉള്ളത് കാനഡയിലാണ്. ഈ ഖലിസ്ഥാൻവാദികളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും കാനഡയും തമ്മിൽ പലതരത്തിലുള്ള നയതന്ത്ര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ ബന്ധങ്ങളിൽ തന്നെ പലതരത്തിലുള്ള വിള്ളൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴാണ് പുതിയ കാനഡ പ്രധാനമന്ത്രി വന്നതിന് ശേഷമാണ് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധത്തിൽ കുറച്ചൊന്ന് മയപ്പെടുകയും അവർ കൂടുതലൊന്ന് അടുക്കാനായിട്ട് തുടങ്ങിക്കൊണ്ട് ഇരിക്കുകയും ചെയ്യുന്നത്. അതിനിടെയാണ് ഇപ്പോൾ ഖലിസ്ഥാൻവാദികൾ തന്നെ പഞ്ചാബിലെ പാട്യാല റെയിൽവേ ട്രാക്കിൽ ഒരു സ്ഫോടനം തന്നെ നടത്തിയത്. ആ സ്ഫോടനത്തിന്റെ ശക്തി വളരെ കുറവായതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും സമാധാനപരമായ കാര്യം.